അപ്പോൾ പക്ഷെ എനിക്ക് വയലിൻ പഠിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ രാഗങ്ങളും അല്ലെങ്കിൽ ബേസൊക്കെ അറിയായിരുന്നു. അപ്പോൾ അതെന്നെ കുറച്ചുകൂടി വയലിൻ എപ്പോഴും പാട്ടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത് അങ്കമാലി. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമന നാരായണ നമ്പൂരി സാറിൻ്റെ അടുത്ത് വോക്കലിന് ചേർന്ന് അവിടെയും കണ്ടിന്യൂ ആയിരുന്നു. പിന്നെ കോളേജിലാണെങ്കിലും എപ്പോഴും പാട്ടും വയലിനും സംഭവങ്ങളൊക്കെ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. വയലിൻ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് സിലബസ്. അത് കഴിഞ്ഞ് കോളേജിലേക്ക് വന്നപ്പോഴും കോളേജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൈസ് കിട്ടുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ആ സമയത്ത് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ഒലിവ് എന്ന് പറഞ്ഞ കോളേജ് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമ്മളെല്ലാ യൂത്ത് ഫെസ്റ്റിവലുകളും പങ്കെടുക്കുമായിരുന്നു. എല്ലായിടത്തും നമ്മൾ വിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ക്രീം ടീമായിരുന്നു. ആൽബം സോങ്സ് അങ്ങനെ എന്തെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, ബാൻഡിന്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് നിവിൻ പോളി എന്റെ ജസ്റ്റ് സീനിയർ ആണ്. ആദ്യമായിട്ട് നിവിൻ പോളി സ്ക്രീനിൽ വരുന്ന അത് എഡിറ്റ് ചെയ്തത് അൽഫോൺസ് പുത്രനാണ്. അതെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു നിവിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ ചില സമയത്ത് നിവിൻ ഇപ്പൊ തുടങ്ങിയതല്ലടാ കുറെ കാലമായി പറഞ്ഞിട്ട്